ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയങ്കയും മുത്തശ്ശിയും സംസാരിക്കുകയാണ്. ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് പോവുകയാണ്. എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ കഴിയില്ല. ഞാൻ ചേച്ചിയെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വന്നേക്കാം എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മുളന്നവിടെ നിന്നേ. മുത്തശ്ശിക്ക് പ്രായം എത്രയാണെന്നറിയോ? ഈ കാലത്തിനിടയിൽ ഒരുപാട് പേര് എൻ്റെ മുന്നിൽ കൂടി പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, ഒരാളെ കണ്ടാൽ അയാളുടെ മനസ്സിൽ എന്താണ്, അയാളുടെ മനസ്സിൽ ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. മുത്തശ്ശി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ, മുളിച്ചെല്ലേ എന്ന് പറയുന്നു. അങ്ങനെ പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നുണ്ട്. ചമ്മിയാണ് ആ പോക്ക്. കാരണം നേരത്തെ കൽപ്പനയും ഉർവശിയും ഒക്കെ ആയിട്ട് പ്രിയങ്ക സംസാരിച്ചു നിൽക്കുന്നത് മുത്തശ്ശി കേട്ടിരുന്നു. ഇതേ സമയം തിരുമേനിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് രാധിക. തൊട്ടരികിൽ യശോദയുമുണ്ട്. അവിടെ തന്നെയുണ്ട് വരുണം, പിന്നെ മുത്തശ്ശിയും. ഇപ്പോൾ ഈ കുടുംബം പൂർണ്ണമായും തന്നോട് കടപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അങ്ങനെയൊന്നും പറയണ്ടച്ചാ, ഇതൊക്കെ എൻ്റെ കടമയല്ലേ. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ രാധികയുടെ സുരക്ഷിതത്വത്തിന് അച്ഛൻ എന്നെയല്ലേ ഏൽപ്പിച്ചത്, അപ്പൊ ഞാനല്ലേ ഇത് നോക്കേണ്ടത് എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, മോന് വീട്ടിൽ പോണ്ടേ. ഇവിടുത്തെ അവസ്ഥയാണല്ലോ അവിടെയും, എല്ലാവരും മോനെ കാത്തിരിക്കുകയല്ലേ. എനിക്ക് തിരക്കില്ല മുത്തശ്ശി, ഏട്ടനും ബിജു ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെ ചെന്നാലും ചോദിക്കുന്നത് രാധിക സുരക്ഷിതമായി അവിടെ എത്തിയോ എന്നായിരിക്കും. രാധിക മോളിനി ഇവിടെ നിൽക്കട്ടെ അല്ലേ എന്ന് യശോദ പറയുന്നുണ്ട്. കയ്യെത്തുന്ന ദൂരത്തില്ലെങ്കിൽ മനസ്സിനെന്തോ പുകച്ചിലാണ്. കുറെ നാളായിട്ട് ഈ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് തിരക്കിലല്ലായിരുന്നോ എന്നൊക്കെ യശോദ. അത് ശരിയാണ് മോനെ, ഈ തിരക്കുകൾ കൂടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആളുകളുടെ ആ ഒന്നിച്ചിരിപ്പ് അങ്ങ് കുറയും. അല്ലെങ്കിൽ ഇതുപോലെ എൻ്റെ മടിയിൽ അല്ലെങ്കിൽ യശോദയുടെ തോളിൽ ചാരിയിരിക്കേണ്ടവളാണ്. ഒരു പനി വന്നാൽ തൊട്ട് നോക്കാം, മുഖത്തിൽ ഒരു വാട്ടം ഉണ്ടെങ്കിൽ തിരിച്ചറിയാം. അതൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അച്ഛൻ മോന്റെ ഒപ്പം കണിമംഗലത്തേക്ക് വരണോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, ഇല്ലച്ചാ വേണ്ട, ഞാൻ പോയിക്കോളാം. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് രാധികയും കണിമംഗലത്തേക്ക് മടങ്ങുമെന്നായിരുന്നു. എല്ലാവർക്കും രാധികയെ കാണണമെന്നുണ്ടല്ലോ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, രക്ഷപ്പെട്ട കാര്യം അവിടെയും അറിഞ്ഞിട്ടുണ്ടല്ലോ, അത് മതി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന് വരുൺ. അങ്ങനെ വരുൺ പോകുന്നു. സങ്കടത്തോടെ കിടക്കുകയാണ് രാധിക. ഇതേസമയം ഒരു ഓട്ടോയിൽ അവിടേക്ക് എത്തുകയാണ് പ്രിയങ്ക. വരുൺ പുറത്തേക്ക് വന്നതും പ്രിയങ്കയെ കാണുന്നു. വരുൺ, ചേച്ചി എവിടെ? വരുണിനൊന്നുമില്ലല്ലോ, ഡോക്ടർ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട്. ഇല്ല എന്ന് വരുണും. പെട്ടെന്ന് പ്രിയങ്ക അകത്തേക്ക് ഓടുന്നുണ്ട്. ഒരു അഭിനയമാണ് ഇപ്പോൾ പ്രിയങ്ക കാഴ്ചവെക്കുന്നത്. ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രിയങ്ക അവിടേക്ക് വന്നു. ചേച്ചി എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും അതിശയത്തോടെ നിൽക്കുന്നുണ്ട് ആ കാഴ്ച കണ്ടിട്ട്. ചേച്ചി, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഭഗവാന്റെ മുന്നിൽ എത്ര നേരം ഇരുന്നു എന്നറിയാമോ? ചേച്ചിയുടെ ഭഗവാനോട് എത്ര തവണ പിണങ്ങിയെന്നറിയോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രിയങ്ക പറയുമ്പോൾ രാധിക അത് വിശ്വസിച്ചിരിക്കുകയാണ്. മോളെ കരയല്ലേ മോളെ നീ എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, ഇപ്പോ എന്റെ സന്തോഷം കൊണ്ടാണ് കരയുന്നത്. ഓരോരുത്തർ എന്തൊക്കെയാ പറഞ്ഞത് എന്നറിയാമോ? പാറക്കെട്ട, കൊടുങ്കാട, താഴേക്ക് പോയ ആരെയും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ്. ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്ന് പറഞ്ഞ് വീണ്ടും പ്രിയങ്ക രാധികയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. വരുണം ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ട് തിരുമേനി പറയുന്നു, യശോദയെ ഇടയ്ക്കിടയ്ക്ക് മുഖം വീർപ്പിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുമെങ്കിലും ഒരു ദിവസം കാണാതായപ്പോ അവളുടെ വിഷമം കണ്ടില്ലേ. ഞാൻ ഇത്രയും സങ്കടപ്പെട്ട ദിവസം ഇല്ലമ്മേ. ഇവർ രണ്ടുപേരും തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ. ഞാൻ ചേച്ചിയെ കണിമംഗലത്ത് കൊണ്ടുപോയിക്കോട്ടെ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, എന്തിനാ, അത് വേണ്ടാന്ന് തീരുമാനിച്ചതാണ് ദേവൻ. ഇനി നീയായിട്ട് ആ തീരുമാനം തിരുത്തണ്ട. ഇത് കേട്ട് പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി എല്ലാവരും അവിടെ ചേച്ചിയെ കാത്തിരിക്കാണ്. മുത്തശ്ശിക്ക് അറിയാലോ എല്ലാവർക്കും ചേച്ചി എന്തുമാത്രം ഇഷ്ടമാണെന്ന്. മാത്രമല്ല ഇന്ന് ഒരു ദിവസം എനിക്ക് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് സമാധാനത്തോടെ ഉറങ്ങണം. വരുണ, അച്ഛനോടൊന്ന് പറ എനിക്ക് പ്രിയങ്ക പറയുന്നുണ്ട്. വേണ്ട വേണ്ട, ഇനി എല്ലാവരും അപേക്ഷിക്കൊന്നും വേണ്ട. ഇപ്പോൾ നീ കാണിക്കുന്ന സ്നേഹമില്ലേ, ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാ മനുഷ്യരും പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതും. കൊണ്ടുപോയിക്കോ, നിനക്ക് തോന്നുന്ന അത്രയും ദിവസം നീ ഇവളെ കണിമംഗലത്ത് നിർത്തിക്കോ എന്ന് അച്ഛൻ പറയുന്നു. അച്ഛാ, ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം അച്ഛാ എന്ന് രാധിക പറയുന്നുണ്ട്. ഇപ്പം മുളച്ചല്ലേ, എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് മോളിങ് പോന്നോ എന്ന് യശോദയും പറയുന്നു. എല്ലാവർക്കും ആകട്ടെ എന്നും പറയുന്നുണ്ട്. സമ്മതിക്ക് ചേച്ചി എന്ന് പ്രിയങ്ക രാധികയോട് പറയുന്നു. ഒടുവിൽ രാധികയും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പ്രിയങ്ക രാധിക ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. വരുൺ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയിപ്പോ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് രാധിക പോകണ്ട. എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പാതി മനസ്സോടെ അങ്ങ് സമ്മതിച്ചു എന്നേ ഉള്ളൂ. അത് ഞാൻ സംസാരിച്ചോളാം. അതിനു മുമ്പ് എല്ലാം ഒന്ന് കേൾക്കണമല്ലോ എന്നൊക്കെ വരുൺ. മോളുടെ മനസ്സിലെ സിനിമ ഷൂട്ടിംഗ് എന്ന മോഹം ഉണ്ടല്ലോ, അതങ്ങ് മറന്നേക്കണം. നമുക്ക് അതൊന്നും ചേരില്ലെന്നേ എന്നെ പ്രിയങ്കയോടും അച്ഛൻ പറയുന്നു. ശരിയച്ഛാ, ഞാൻ സമ്മതിച്ചു എന്ന് പ്രിയങ്ക. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. വരുണം, പ്രിയങ്കയും പിന്നെ രാധികയും. എന്നാൽ ഇതൊന്നും മുത്തശ്ശിക്ക് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. ഇവളെന്തിനാ ഈ നാശത്തിനെ വിളിച്ചോണ്ട് പോകുന്നത്? സ്വന്തം ജീവിതം അപകടപ്പെടുത്താൻ ഇത്രയ്ക്ക് വെപ്രാളമോ എന്നൊക്കെ ഇങ്ങനെ ആ മുത്തശ്ശി പിറുപിറുക്കുന്നുണ്ട്. അവരവിടെ നിന്ന് പോയി.
ചില നഷ്ടങ്ങൾ ചില നേട്ടങ്ങൾക്ക് കാരണമാകുമെന്ന് പറയുന്നത് വെറുതെയല്ല. പ്രിയങ്കയുടെ പെരുമാറ്റം ഇപ്പോൾ അതാണ് എന്ന് തിരുമേനി. എനിക്ക് അതിശയം തോന്നുന്നു. എന്നും എൻ്റെ കുട്ടികൾ ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പത്മിനിയും യശോദയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധികയും പ്രിയങ്കയും പിന്നെ വരുണിനെയും എല്ലാവരും കാത്തിരിക്കുകയാണ്. കണിമംഗലത്ത് എല്ലാവരും ഉമ്മർത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ആ കാറിൽ അവിടേക്ക് വരികയാണ് 3 പേരും. സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് അവർ. രാധിക കാറിൽ നിന്നും ഇറങ്ങി. അതുപോലെ വരുണും പ്രിയങ്കയും ഇറങ്ങുന്നു. അച്ഛൻ കെട്ടിപ്പിടിക്കുകയാണ് വരുണിനെ. അതുപോലെ തന്നെ രാധികയെ കെട്ടിപ്പിടിക്കുകയാണ് മുത്തശ്ശിയും. വിഷമത്തോടെ നിൽക്കുകയാണ് ഉർവശി. പേടിച്ചു വച്ചാ എന്ന് വരുൺ ചോദിക്കുന്നു. ഇല്ലടാ, എൻ്റെ മനസ്സ് കല്ലോ മരവുങ്ങാണോ ആന്നല്ലോ. ഒരു മകൻ കൊക്കയിൽ പോയെന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കിങ്ങനെ ചുമ്മാ പറയുകയാണ് പരമേശ്വരൻ. കൺമുന്നീന്ന് കൈവിട്ടു പോകുന്നത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുൺ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു, നീ എടുത്തു ചാടിയത് ആപത്തിലേക്കാണെങ്കിലും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ. പത്മിനി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വരുൺ കാണുകയും വരുൺ പത്മിനിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്താ അമ്മ ഒരു അനക്കം പോലും ഇല്ലാതെ നിൽക്കുന്നത് എന്ന് വരുൺ ചോദിക്കുന്നുണ്ട്. പത്മിനിയെ ചേർത്ത് പിടിക്കുകയാണ് വരുൺ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞ് പത്മിനി കരയുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ സ്ഥലമൊന്നും പറയാതെ 1-2 ദിവസം എവിടെയെങ്കിലും നിൽക്കില്ലേ, ആ കൂട്ടത്തിലങ്ങ് കൂട്ടിയാ പോരായിരുന്നോ എന്ന് വരുൺ. അങ്ങനെയാണോ ഇത്? അങ്ങനെ ഇങ്ങനെ കരയുകയാണ് പത്മിനി. അമ്മേ, ഞാൻ തിരിച്ചു വരുമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്രയും പേരുള്ളപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു വരാണ്ട് എങ്ങനെയാ? ആരാ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വന്തം ആളല്ലായിരുന്നോ? എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഭക്തിക്ക് ഒന്നും സംഭവിക്കാൻ കണ്ണൻ സമ്മതിക്കുമോ എന്നൊക്കെ രാധികയെ നോക്കി പറയുകയാണ് വരുൺ. രാധികയുടെ പരമേശ്വരൻ പറയുന്നു, ഇങ്ങ് വാ മോളെ, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഭഗവാന്റെ അനുഗ്രഹത്തിന് മോളുടെ സാന്നിധ്യം ഒരു കാരണമായിട്ടുണ്ടാകും. പിന്നെ ഈ സിനിമാ കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, ചേച്ചിയോട് ഇനി സിനിമയ്ക്കൊന്നും പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും നന്നായി. എന്തിനാ പോയിട്ട് വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ എന്ന് ഉർവശി. ഇവർക്ക് കഴിക്കാൻ വല്ലതും കൊടുക്കുക എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട്. കൽപ്പനയും ദേഷ്യത്തോടെയാണ് അവരെ നോക്കുന്നത്. എടുത്ത് അങ്ങോട്ട് വരാതിരുന്നത് എന്താണെന്ന് പ്രിയങ്ക. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? ഞാനിപ്പോ കരഞ്ഞാലും അതിന് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ആളുകൾ ഉണ്ടാകുമല്ലോ എന്ന് കൽപ്പന. അച്ഛൻ്റെ DIG വർമ്മ സാറല്ലേ, അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. പോലീസിന്റെ കേസന്വേഷണം നടക്കുന്നുണ്ടല്ലോ. നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടിയെങ്കിലും അതിന്റെ അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കും. പക്ഷെ അതിങ്ങനെ വിടാൻ പാടില്ല. അത് ഏട്ടൻ പേടിക്കണ്ട, ഞാൻ വർമാങ്കിളിനെ നേരിട്ട് പോയി കാണുന്നുണ്ട് എന്ന്. ഈ കേസിന് പിന്നിൽ ആരൊക്കെയുണ്ട്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട് എന്ന് വരുൺ പറഞ്ഞു. അല്ല വരുൺ, ഉത്തരവാദികൾ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ഉണ്ടായിരുന്നല്ലോ, പിന്നെ വേറെ ആളുകളെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഉർവശി പറയുമ്പോൾ സൂര്യ പറയുന്നു, ഇവിടെ ഒരില അനങ്ങിയാൽ ഇവിടെ മാത്രം കാറ്റടിച്ചു എന്നല്ലല്ലോ അതിനർത്ഥം. കാറ്റ് ദൂരെ നിന്ന് വരുന്നുണ്ട് എന്നല്ലേ? മോൾ വാ എന്ന് പറഞ്ഞ് പത്മിനി രാധികയും കൂട്ടി അകത്തേക്ക് പോകുന്നു. കൂടെ പ്രിയങ്കയും പോകുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പോകുമ്പോൾ വരുണിന്റെ അരികിൽ മുത്തശ്ശി, വാടാ, എനിക്ക് ഒരുപാട് ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് വരുണും മുത്തശ്ശിയും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു. രാധിക കിടന്നുറങ്ങുകയാണ്. രാധിക കിടന്നുറങ്ങുമ്പോൾ വരുണിനോടൊപ്പം അവിടെ അങ്ങനെ കെട്ടിപ്പിടിച്ച് 2 പേരും കൂടി കിടന്ന ആ ഒരു സന്ദർഭമാണ് ഓർക്കുന്നത്. ഒരു സ്വപ്നം പോലെ കാണുകയാണ്. എന്തെന്ന് വെച്ചാൽ അന്ന് ആ ഷെഡിനകത്ത് 2 പേരും കൂടി ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് രാധിക ഇങ്ങനെ ചുംബിക്കാൻ തുടങ്ങുകയായിരുന്നു വരുൺ. രാധിക വരുണിനെ തള്ളി മാറ്റിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ ഓടുമ്പോൾ പിറകെ വരുൺ ഓടുന്നു. രാധികയെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഓടുകയാണ്. അങ്ങനെ 2 പേരും സന്തോഷത്തോടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഒരു പാട്ടിലൂടെ അതിങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ വനത്തിലൂടേക്ക് ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് അവർ. ഒടുവിൽ രാധികയെ വരുൺ പിടിക്കുകയും 2 പേരും കൂടി ഉരുണ്ട് താഴേക്ക് പോകുന്നതും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അവർ പരസ്പരം ഇങ്ങനെ മുഖാമുഖം നോക്കി കിടക്കുന്നതും വരുൺ രാധിക ഇങ്ങനെ ചുംബിക്കുന്നതും അങ്ങനെ ഒരുപാട് കാണുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലോടെ എഴുന്നേൽക്കുകയാണ് രാധിക. കൃഷ്ണ, എന്റെ മനസ്സിൽ എന്താ ഇങ്ങനെ വീണ്ടും ഇങ്ങനത്തെ തോന്നലുകളൊക്കെ തോന്നുന്നത് എന്ന് രാധിക സ്വപ്നത്തിൽ നിന്നും ഉണർന്നതിന് ശേഷം ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.